മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട റേഷൻ മുടങ്ങി. എല്ലാ വർഷവും അങ്ങനെ പറയരുത്. എല്ലാ വർഷവും നൽകിയിരുന്നില്ല. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ നൽകിയിരുന്നില്ല എന്ന് നിങ്ങൾ വാർത്ത കൊടുക്കണം. അപ്പോഴല്ലേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് സന്തോഷമാവുള്ളൂ അല്ലേ? കഴിഞ്ഞ 10 വർഷവും ട്രോളിംഗ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. എന്താണെന്നറിയാവോ? ഈ മത്സ്യങ്ങളുടെ പ്രജനനകാല ട്രോളല്ല കേട്ടോ, ട്രോളിംഗ്. ഈ മത്സ്യങ്ങളുടെ പ്രജനനകാലം അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല. പുതിയ പിള്ളേരോടാണ്. ഈ മത്സ്യങ്ങളെ അതൊരു പാറ്റുന്ന കാലം. ഇനിയിപ്പോൾ അങ്ങനെ മനസ്സിലായി. ഇവന്മാർ പ്രസവിക്കുന്ന സമയം, കുഞ്ഞുങ്ങളുണ്ടാവുന്ന സമയം. ഈ സമയത്ത് ഈ മത്സ്യങ്ങളെ പിടിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഈ സമയത്ത് കടലിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ എന്നാ ചെയ്യും? അപ്പം ഗവൺമെൻറ് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനുള്ള സാധനം ഗവൺമെൻറ് അങ്ങോട്ട് തരാം, നിങ്ങൾ ചുമ്മാ വെറുതെ വീട്ടിൽ ഒത്തിരിക്കും എന്നതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടും എന്താണ് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് റേഷൻ എത്തിയിരുന്നു. എക്സ്ട്രാ റേഷൻ കിട്ടുമായിരുന്നു, എക്സ്ട്രാ റേഷൻ. ആ റേഷൻ മുടങ്ങി. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? ഒരു ചാനലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ബിഗ് TV ആണ്. റേഷൻ കിട്ടാതായതോടെ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാണ്. മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാവും. ഭക്ഷണം കിട്ടാതായ ദുരിതത്തിലാവണമെന്നൊന്നും ആരും ആഗ്രഹിക്കരുത്. കാരണം ആ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും കൂടിയിട്ട് VD സതീശന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ കുടുങ്ങിയത് എന്നൊക്കെ പലരും പറയും. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. കാരണം അവരെല്ലാവരും VD സതീശന് വോട്ട് ചെയ്തു എന്ന് എന്താ ഉറപ്പ്? മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും VD സതീശന് തന്നെയാണ് വോട്ട് ചെയ്തത്, അല്ലെങ്കിൽ UDF തന്നെയാണ് വോട്ട് ചെയ്തത് എന്താ ഉറപ്പ്? ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ പാവങ്ങൾ ആ വോട്ട് ചെയ്തതിന്റെ കുറ്റത്തിന് ഇങ്ങനെയൊക്കെ അനുഭവിക്കണം? വേണോ? അങ്ങനെ അനുഭവിക്കാൻ പാടുണ്ടോ? ചില ആളുകളൊക്കെ, ഞാൻ എങ്ങനെ പറയാൻ കാരണം എന്താ, ഇതിനടിയത്തെ കമന്റ് നോക്ക്. അനുഭവിച്ചോളി മക്കളെ, അനുഭവിച്ചോളി മൊയ്ന്തുകളെ, അനുഭവിച്ചോളി. ഒരു ദുരിതവും ഇല്ല, എല്ലാവരും സന്തോഷത്തില്ല, എല്ലാവരും ചിരിച്ചാട്ടെ. ഈ ന്യൂസ്കാരൊക്കെ പള്ളം പറയുന്നത് കേട്ടില്ലേ എന്നാണ് ഒരാൾ എഴുതിയിരിക്കുന്നത്. ഈ ന്യൂസിലൊക്കെ ഭയങ്കര കള്ള പറയുന്നേ. ഒരു ദുരിതവും ഇല്ല, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാ ഇല്ലയോ? കറണ്ട് പോയ അടക്കം ഏതൊരു മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ആണ് എടുത്ത് വെക്കുന്നത് സ്ക്രീൻ സേവറായിട്ട്. കാരണം അത് ഭയങ്കര ചിരിയാണ് അത്രേ. അപ്പൊ നല്ല വെളിച്ചം പുറത്തേക്ക് വരുന്നൊക്കെ പറയുന്നേ. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, അല്ല പിന്നെ എന്ന് പറഞ്ഞിട്ട് ഒരാള് ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് CM. അയ്യോ, ശരിയാണ്, ഒരു കാരണവശാലും കൊടുക്കില്ല. ചിലപ്പോൾ മത്സ്യത്തൊഴിലാളികളെപ്പോ ഇദ്ദേഹത്തെ അടുത്ത് വന്ന് പറയും, ഞങ്ങൾക്ക് അരി കിട്ടുന്നില്ല ട്ടാ, ഞാൻ തരാം, ഗവൺമെന്റ് പരിഗണിക്കുന്നതായിരിക്കും, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോകും. എന്നിട്ട് മറ്റാൾ പറയും ഒരു കാരണവശാലും കൊടുക്കൂല എന്ന്. അങ്ങനെ ഒന്നും പറഞ്ഞായിരുന്നല്ലോ അല്ലെ? അതൊക്കെ തന്നെ ഇപ്പൊ നടക്കുന്നേ. എന്തായാലും ബാക്കി കേൾക്കാം. കാലത്ത് 1000 രൂപയായിരുന്ന ധനസഹായവും നൽകിയിട്ടില്ല. സമ്പാദ്യ ധനസഹായ പദ്ധതി പ്രകാരമുള്ള തുകയും അട്ടിമറിച്ചുവെന്നാണ് പരാതി. സന്തോഷായി. അപ്പൊ അരി മാത്രമല്ല, 1000 രൂപ വീതം മാസം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുത്തിരുന്നു, അതും അട്ടിമറിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് LDFനെ കുറിച്ചിട്ട്. LDF എന്തൊക്കെ ചെയ്തിരുന്നു എന്നെങ്കിലും ഇപ്പൊ ബോധ്യമായിട്ടുണ്ടായിരിക്കും. എനിക്കത് മാത്രം മതി, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിന് അത് മാത്രം മതി. കാരണം ഇപ്പോഴാണ് പല വാർത്തകൾ വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ? സത്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഞാൻ അങ്ങനെ തന്നെ പറയാം, എനിക്കറിയില്ലായിരുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് ഈ സമയത്ത് പ്രത്യേക റേഷൻ കൊടുത്തിരുന്നു എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് ഈ സമയത്ത് 1000 രൂപ മാസം കൊടുത്തിരുന്നു കാര്യം എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ജനങ്ങൾക്കൊക്കെ മനസ്സിലായി LDFന്റെ കാലഘട്ടത്തില് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തില് 1000 രൂപയും സ്പെഷ്യൽ റേഷനും ഈ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ കൊടുത്തിരുന്നു. അന്ന് ഈ മാധ്യമങ്ങളെ വായിലൊക്കെ ഉണ്ടമ്പൂരിയായിരുന്നു. അന്ന് അവരതൊന്നും വിളിച്ചു പറഞ്ഞില്ല. LDF ഗവൺമെന്റ്, അതായത് പിണറായി വിജയൻ ഇങ്ങനൊക്കെ ചെയ്യുന്നുണ്ട് ട്ടാ എന്ന് അന്ന് ആരും വിളിച്ചു പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ മൊത്തം മുടങ്ങി മൂഞ്ചി പണ്ടറായി എടുക്കുന്ന സമയത്ത് ഇപ്പൊ പറയുകയാണ് LDFന്റെ കാലഘട്ടത്തില്, പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തില് 1000 രൂപ സ്പെഷ്യൽ റേഷൻ കൊടുത്തിരുന്നു, അതിപ്പോൾ ഇതാ VD സതീശൻ മേനോന് കൊടുക്കുന്നില്ല എന്ന്. അല്ലെ? ഇതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. ട്രോളിംഗ് നിരോധനം 2 ആഴ്ച പിന്നിട്ടു. എന്നിട്ടും റേഷൻ ലഭിക്കാതായതോടെ 1.5 ലക്ഷത്തിലേറെ വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അരവയർ മുറുക്കി ഉടുക്കുകയാണ്. ട്രോളിംഗ് നിരോധന കാലത്ത് നൽകുന്ന ധനസഹായവും വിതരണം ചെയ്തു. ഇങ്ങനെ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ആ പിണറായി വിജയനെ ജയിപ്പിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ ചിരിയും കണ്ടിരുന്നോളി.
കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1000 രൂപയായിരുന്നു ധനസഹായം നൽകിയിരുന്നത്. മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് 1500 രൂപ വിഹിതം പിടിച്ച് 6000 രൂപ തിരികെ നൽകുന്ന സമ്പാദ്യ ധനസഹായ പദ്ധതി പ്രകാരമുള്ള തുകയും അട്ടിമറിച്ചു. 3 ഗഡുക്കളായി നൽകുന്ന തുക ഇതുവരെയും പലർക്കും ലഭ്യമായിട്ടില്ല. ഇതോടെ വരാനിരിക്കുന്നത് വറുതിയുടെ കാലമെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് പ്രതിസന്ധിക്ക് കാരണം. ട്രോളിംഗ് നിരോധന കാലത്ത് എന്തായാലും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. 6000 രൂപയോളം ഇവർക്ക് കിട്ടിയിരുന്നു അത്രേ, അതൊക്കെ നിന്നു എന്നാ പറയുന്നത്. ഇവരെന്ത് കുറ്റം ചെയ്തു? വെറും 30 ദിവസം കഴിയുമ്പോഴേക്കും ഇവർക്കിതൊന്നും നടത്താൻ കഴിയുന്നില്ല. ഇങ്ങനെ എത്ര 30 ദിവസങ്ങൾ ഇനി വരാൻ പോകുന്നുണ്ട്? ആരൊക്കെ ദുരിതത്തിലാവാൻ പോകുന്നുണ്ട്? അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ അനുഭവിച്ചോളി. തുടക്കത്തിൽ പ്രയാസമൊക്കെ ഉണ്ടാവും, പിന്നെ ശീലായിക്കോളും. ബൈ.